മോനെ, ചെറുക്കം നല്ലതായിരിക്കണം. ആതിര നമ്മളുടെ ശത്രുവാണെന്നും പറഞ്ഞ് അവളെ ഒരു കൊള്ളരുതാത്തവന്റെ കൂടെ പറഞ്ഞയക്കരുത്. മഹാഭാവം വന്നു വീഴുന്നത് നിങ്ങളുടെ തലയ്ക്കായിരിക്കും. അതൊന്നുമില്ലമ്മേ, അവളെ നിലയ്ക്ക് നിർത്താൻ പറ്റിയ പയ്യൻ തന്നെയായിരിക്കും. ഞങ്ങൾ അവൾക്ക് ഉപദ്രവമൊന്നും അല്ലല്ലോ ചെയ്യുന്നേ. ആ ശല്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം, അത്രേ ഉള്ളൂ. അതിന് ഇങ്ങനെയല്ലാതെ വേറൊരു മാർഗമൊന്നും ഇല്ലമ്മേ. മാർഗമൊന്നും കുഴപ്പമില്ല. നല്ലൊരു ചെറുപ്പക്കാരനായാ മതി. അവള് വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോട്ടെ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒരു പരീക്ഷണം ചിലപ്പോ സക്സസ് ആയാലോ. ആതിര, ഇത് കറക്റ്റ് ടൈമാ. വിളിക്കാം. തുളസിയാ വിളിക്കുന്നേ. വേഗെടുക്ക്. ഹലോ തുളസി. എടാ, അവളിവിടുന്ന് ഇറങ്ങി. വെരി ഗുഡ്. വൈകാതെ ആ വഴി വരും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്ത. വരട്ടെ. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളേറ്റു. തുളസി ഫോൺ വെച്ചോ. ഓക്കെ. അപ്പൊ ഞാൻ ചെല്ലണ്ടേ? പിന്നെ ചെല്ലണ്ടേ? ചെല്ലും. ഓ, അവൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വിവാഹം വേണ്ടത് വയ്ക്കാനുള്ള സാഹചര്യം വേറെ ചിലത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിവാഹം മുടങ്ങിയ ഷോക്കിൽ നിന്ന് ആതിര മാറി വരുന്നതേ ഉള്ളൂ. ഏറെക്കുറെ അത് മാറിയെന്ന് തന്നെ എന്റെ വിശ്വാസം. വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഇഷ്ടം കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ. രാഹുലിന് ആതിരയെ ഇഷ്ടമാണ്. അതുപോലെ ആതിരയ്ക്ക് രാഹുലിനെ ഇഷ്ടമാവണ്ടേ? തീർച്ചയായും. ആ കാര്യം ആദ്യം അറിയട്ടെ. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഈ പ്രപ്പോസൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഏതായാലും രാഹുലിനെ പോലൊരു ചെറുപ്പക്കാരനെ ആതിര ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് തന്നെയാണ് അവളുടെ ഡാഡിയായ എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം ചിലപ്പോൾ തെറ്റാം. കാരണം ആരുടെയും മനസ്സിലേക്കിറങ്ങി നമുക്ക് പരിശോധന നടത്താൻ സാധിക്കില്ലല്ലോ. വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരല്ലേ നമ്മളെല്ലാ മനുഷ്യരും. ശരിയാണെങ്കിൽ ഏതായാലും എനിക്ക് രാഹുലിന് അവളുടെ ഇഷ്ടമായി. യു ആർ സോ സ്മാർട്ട്. താങ്ക് യു അങ്കിൾ. ഏതായാലും ആതിരയും രാഹുലും തമ്മിലുള്ള കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും അതും വയറ് നിറച്ചു കൊടുക്കും. ദുർഗേച്ചി ഇടത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം വലത് കൈ അറിയാറേ ഇല്ല. ഓരോരുത്തർ പറഞ്ഞപ്പോ ഇത്രയും വലിയ മനസ്സുള്ള ആളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇവിടുന്ന് സംഭാവനയൊന്നും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. ഏതായാലും ദുർഗാമ്മയുടെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അത് തന്നെ നമ്മുടെ മഹാഭാഗ്യം. സംഭാവനയൊക്കെ ഞാൻ തരും. സുലു, ചേച്ചി എന്റെ റൂമിൽ പോയി ചെക്ക് ബുക്കും പേനയും ചേച്ചി. എന്താ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. ഗൂഗിൾ പേയുടെ കാര്യം എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അതല്ല മാഡം, ഇവര് പറയായിരുന്നു ഗൂഗിൾ പേ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്ന്. ഏയ്, അതൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്കുള്ള സംഭാവന ക്യാഷ് ചെക്കായിട്ട് തന്നെ തരാം. നിങ്ങൾക്ക് അപ്പൊ തന്നെ മാറിയെടുക്കാം. എന്നത് മതി. ഓക്കെ മാഡം. ചേച്ചി, നിങ്ങൾ എത്ര എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? എത്രയായാലും കുഴപ്പമില്ല. ഞാൻ 1 ലക്ഷം രൂപ എഴുതാം. 1 ലക്ഷം. മാഡത്തിന് ദൈവം അനുഗ്രഹിക്കും. ദൈവാധീനം വേണ്ടുവോളം ഉള്ളതുകൊണ്ടാണല്ലോ എനിക്കിതൊക്കെ തരാൻ കഴിയുന്നത്.
പ്രസാദേട്ടാ, അനാഥ കുട്ടികളുടെ കാര്യം ആയതുകൊണ്ടാ ഞാൻ 1 ലക്ഷം രൂപ എഴുതിയത്. എടോ, ഈ സംഭാവന ചോദിച്ചു വരുന്നവർക്ക് അത് അർഹതപ്പെട്ടതാണെങ്കിൽ കൊടുക്കുന്നതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാ. എടോ, പക്ഷെ ഇത്രയും വലിയ തുകയൊക്കെ ഒരു സംഭാവനയായിട്ട് കൊടുക്കാന്ന് വെച്ചാ. അല്ല പ്രസാദേട്ടാ, ഞാൻ എടോ, നമ്മള് കോടീശ്വരന്മാരൊന്നും അല്ലല്ലോ. ശതകോടീശ്വരന്മാരൊന്നും അല്ല. പക്ഷെ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകുന്നൊരു ഉപകാരമായത്. അത് പ്രസാദേട്ടൻ മനസ്സിലാക്കണം. എടോ, ഞാൻ കനിവും കാരുണ്യവും ഒന്നും ഇല്ലാത്ത ദുഷ്ടനൊന്നും അല്ല. പക്ഷെ നമുക്ക് സംഭാവന കൊടുക്കാനൊക്കെ ഒരു പരിധിയില്ലേ? അതുകൊണ്ട് ചോദിച്ചത്. ഞാനൊരു പോലീസ് ഓഫീസറാ. എന്റെ ശമ്പളം മാത്രമാ ഈ വീട്ടിലെ വരുമാനം. ഞാൻ കൈക്കൂലി വാങ്ങിക്കുന്ന ആളുമല്ല. അപ്പോ എന്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം സംഭാവനയായിട്ട് കൊടുക്കുന്നതിൽ തെറ്റുമില്ല. പ്രസാദേട്ടന്റെ പെങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ, അത് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനേ എന്റെ സഹോദരിക്ക് കൊടുക്കുന്നതും താനിപ്പോ ഇവർക്ക് ഈ കൊടുക്കുന്ന 1 ലക്ഷം രൂപയും തമ്മിൽ എന്താണ് ബന്ധം? വാദിച്ച് ജയിക്കാനും എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ എന്തു വേണമെങ്കിൽ അയക്കും. അതല്ല, തോന്നിയതുപോലെ അവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നത് വെച്ച് നോക്കുമ്പോഴേ ഞാൻ ഈ 1 ലക്ഷം രൂപ എഴുതിയതുകൊണ്ട് എന്താ തെറ്റ്? എന്റെ പ്രസവിച്ച് പെരുവഴിയിൽ ഇട്ടേച്ച് പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവരുടെ ഓഫനേജിൽ പൊന്നുപോലെ നോക്കുന്ന പ്രസാദേട്ടാ. ഇത്രയും വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഇവർക്ക് 1 ലക്ഷം രൂപയല്ല 10 ലക്ഷം രൂപ കൊടുക്കുന്നെങ്കിലും അതിലൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. കഷ്ടം ഇതൊക്കെ. മാമ ഒന്ന് വരൂ. ഇങ്ങെടുക്ക്, നോക്കട്ടെ. ഇതാണോ ഒരു ഓഫനേജ് നടത്തുന്നതിന്റെ ഡോക്യുമെന്റ്സ്? ലീഗൽ ഡോക്യുമെന്റ്സ് ഒന്നുമില്ലല്ലോ. ചിൽഡ്രൻസ് ചാരിറ്റിയുടെ ഒരു പേപ്പർ പോലും ഇല്ല. ഇതിവര് വയറ്റിപ്പഴപ്പിന് വേണ്ടി നടത്തുന്ന ഒരു തട്ടിപ്പ്. തുളസി, ദുർഗാമ്മ, ഞാനൊന്ന് പറയട്ടെ. ഈ സർട്ടിഫിക്കറ്റ്സ് വാലിഡ് ആണോ അല്ലയോ എന്ന് മാമന് മനസ്സിലായല്ലോ. അപ്പൊ ഇത് തട്ടിപ്പ് തന്നെയാ. ഇങ്ങോട്ട് മാറിക്ക്, ഇങ്ങോട്ട് മാറിക്കടി. നിന്റെയൊക്കെ ചങ്കുറ്റം കൊള്ളാലോ. പോലീസിന്റെ വീട്ടിൽ കയറി തട്ടിപ്പ് പണിക്കുന്നോടി. കൃത്യസമയത്ത് ഞാനും എന്റെ മോളും വന്നില്ലായിരുന്നെങ്കിലേ 1 ലക്ഷം രൂപ ഇപ്പൊ ചാരിറ്റിക്ക് അങ്ങ് പോയേനെ. പ്രസാദേട്ടാ, മേഡം ഞങ്ങളോട് ക്ഷമിക്കണം. എണീക്കടി, എണീക്കാൻ. ഇറങ്ങടി, ഇറങ്ങാൻ. പോയിക്കോടുന്നു. എടാ, മണ്ടത്തരത്തിന് ഡോക്ടറേറ്റ് ഉള്ളവളവള്. കൃത്യമായിട്ട് അവളെ ഫോളോ ചെയ്ത് പ്രേമിച്ചാ അവൾ ഉറപ്പായിട്ട് വീഴും. ആ എടാ, ഒരു ലൈൻ ഇല്ലാതെ കിടന്ന് വിഷമിക്കവള്. ആതിര സുന്ദരിയൊക്കെയാ, പക്ഷേ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വരുന്നില്ല. എടാ രാഹുലെ, നീ അവളെ മനസ്സിലിട്ട് അങ്ങോട്ട് ധ്യാനിക്കാൻ അവളെന്താ ഭഗവതിയാ? ഇനിയും പൂജ്യം വഴിപാടൊക്കെ നടത്തേണ്ടി വരുമോ? എടാ, നീ എപ്പോഴും ആതിരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നല്ല നല്ല കവിതകൾ പോലുള്ള വാക്കുകൾ പറയുക. എത്രത്തോളം നല്ല മോഹനമായ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുക. പിന്നെ എടാ, മൊബൈൽ ഫോണിൽ എപ്പോഴും വിളിച്ച് ആ കോവറ കഴുതിക്ക് ഇഷ്ടമുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ വാട്സപ്പിൽ തുരുതുരം മെസ്സേജ് അയക്കുക. രാത്രിയിൽ ഉറങ്ങാതെ ചാറ്റിങ്ങോ വീഡിയോ കോളോ എന്താ തോന്നുന്ന വെച്ചാൽ ചെയ്യാം. ഇതൊക്കെ എനിക്കിഷ്ടം തന്നെയാ. പക്ഷേ അവൾ സൈബർ സെല്ലിലെങ്ങാനും പരാതി കൊടുത്താലോ? ഈ പേടിയാണ് നിന്റെ കുഴപ്പം. പ്രേമിച്ചവരാരും ഇന്നേ വരെ പേടിച്ചിട്ടില്ല.
പ്രേമം നല്ല ധീരമാണ്, ധീരം. അപ്പൊ കരുതിക്കൂട്ടി ഇറങ്ങണോ അല്ലേ? ഹ, പിന്നല്ല. എടാ, രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങണം. ഭാവിയിൽ ഇവളെ ഞാൻ എന്റെ ഭാര്യയാക്കുന്നുള്ള വിശ്വാസത്തോടെ അങ്ങ് പ്രേമിക്കണം. എടാ, വിചാരിച്ച നടക്കാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. ടാ, നീ കെട്ടുന്ന താലി അവളുടെ കഴുത്തിൽ വീണിരിക്കണം. മാത്രമല്ലടാ മണ്ട, അവളെ കിട്ടിയാലേ നീയേ അമേരിക്കക്കാരനായി. അമേരിക്ക ആണല്ലോ നിന്റെ സ്വപ്നം അല്ലേ? അതെ. ആ, നീ കിച്ചണിൽ എന്തെടുക്കാ? നിനക്ക് കണ്ണുണ്ടൂടെ? നീ ചിക്കൻ കറി ഉണ്ടാക്കുകയാണോ? അതെ, എനിക്കൊരു പേരുണ്ട്. ആ പേര് വിളിക്കാവും നല്ലത്. പേര് വിളിക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? എന്റെ നാവിന്ന് നല്ലത് കേട്ടേ അടങ്ങുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നീ മാറിയേ. എനിക്ക് ആദ്യേട്ടന് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് ഞാനാ ആദ്യേട്ടനും ഫുഡ് ഉണ്ടാക്കുന്നത്. ആദിയുടെ കാര്യത്തിനാണെങ്കിൽ നീ വെറുതെ വിയർപ്പൊഴുക്കണ്ട. ആദിയുടെ ഭാര്യയാ ഞാൻ. അവൻ എന്ത് ആഹാരം ഉണ്ടാക്കണമെന്നും എപ്പോ കൊടുക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ ആദ്യേട്ടന്റെ ഭാര്യയാണെന്നോ? എപ്പോ? എന്റെ ഭാവി വരനാണ് ദേവമംഗലത്തെ ആദിത്യൻ. നിനക്കേ നല്ല ചികിത്സ വേണം. നെല്ലിക്ക ക്ഷാമമുള്ള സമയം, അല്ലെങ്കിൽ നെല്ലിക്ക തളം വെച്ചാ മതിയായിരുന്നു. എന്ത് തളം? അയ്യോ, തളവും കുളമൊന്നും അല്ല. നെല്ലിക്ക കൊണ്ട് തലയിലൊരു തളം. ഭ്രാന്തിനുള്ള ചികിത്സയാണെന്ന് അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട്. ഡീ, നീ എന്നെ കളിയാക്കുന്നതേ സൂക്ഷിച്ചു വേണം. എടി, ഞാൻ കളിയാക്കിയതല്ല, കറക്റ്റാ പറഞ്ഞത്. ഓളംപാറയിൽ കൊണ്ട് ചികിത്സിക്കേണ്ട രോഗമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ, ചിലപ്പോ രണ്ട് ചെവിക്കുറ്റിക്ക് മാറി മാറി ഓരോ പൊട്ടിരി കിട്ടിയ ശരിയാവും. മാറി നിന്നോ, തിളച്ച ചിക്കൻ കറിയത്. നിന്റെ തിരുമോതയ്ക്ക് വീണാലേ ആസിഡ് വീണ പോലെ ഇരിക്കും. നീ അത്രയ്ക്കായോടി? എന്നല്ല അതെനിക്ക് കാണണം. ആദ്യേട്ടന് ആഹാരം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ചേടാ, ഇതെന്ത് ന്യായം? എന്റെ ഭർത്താവിന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് കണ്ട പെണ്ണുങ്ങളാണോ? നിന്നെ ഈ വീട്ടിലെ ദുർഗാന്റെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ ആദ്യേട്ടന്റെ ഭാര്യയും അല്ല. ഒരു സെർവന്റിന്റെ സ്ഥാനം പോലും നിനക്ക് ഈ വീട്ടിലില്ല. അതെ, ഈ താലി എന്റെ കഴുത്തിൽ എന്റെ ആദി ഇട്ടതാ. ഇത് ഈ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഞാനാണ് ഈ വീട്ടിലെ മരുമകൾ. വലിഞ്ഞു കയറി വന്ന നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയുന്നേ. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോടി. വലിഞ്ഞു കയറി വന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യേട്ടന്റെ ഭാര്യയായി ഇവിടെ വാഴാമെന്ന ആഗ്രഹത്തിൽ ആദ്യം നീ കയറി വന്നപ്പോ ദൈവം കോപിച്ചു. കുമ്പളങ്ങ താഴെ വീണ് പൊട്ടിയില്ലേ? ഓ, ഒരു കുമ്പളങ്ങ. പിന്നെ മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച ദുർഗാന്റെ നിന്നെ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന നീ തെറ്റിദ്ധരിച്ചു. ആരതി ഒഴിയുകയോ അമ്മായിയമ്മ വിളക്ക് തരുവോ ചെയ്യാതെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് ഇവിടുത്തെ മരുമോളാവാന്ന് നീ കരുതിയോടി? കഴിഞ്ഞോ? നിന്റെ പ്രസംഗം കഴിഞ്ഞോ? ഇല്ലടി. നീ ഇവിടെ വിട്ട് പോകുന്നവരെ ഞാൻ ഇത് തുടരും. നീ തുടരില്ല. നീ ഇവിടെ തുടരണോ വേണ്ടോന്ന് ഇനി ഞാൻ തീരുമാനിക്കും. എടി, ഈ ദേവമംഗലം തറവാടേ നിന്റെ മാമൂസിന്റെ വകയൊന്നും അല്ല. അവരിവിടെ കയറി വരാൻ അനുവാദം കൊടുക്കുന്നതേ എന്റെ മാമന്റെ ഔദാര്യം. ഇതെന്റെ മാമന്റെ. അല്ല, ഇതെന്താ ഇത്? ആദ്യേട്ടൻ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചാ മതി. അതെ, നിനക്കെന്താ വട്ടുണ്ടോ? വട്ടൊന്നുമില്ല. ആദ്യേട്ടന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എനിക്കിഷ്ടം. അതുള്ള. അതെന്താ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി തരുന്ന ആദ്യേട്ടന് ഇഷ്ടമല്ലേ? ഇല്ല, ഞാൻ എന്റെ ഭാര്യ വിളമ്പി തരുന്ന ആഹാരം കഴിക്കാനാ ആഗ്രഹിക്കുന്നത്. അല്ലാതെ
കണ്ട പെണ്ണുങ്ങൾ വിളമ്പി തരുന്ന ആഹാരം ഞാൻ കഴിക്കില്ല. ഞാൻ ആദ്യേട്ടന് അന്യാണോ? ആദ്യേട്ടനെ എന്റെ ഭർത്താവേണ്ട ആളായിരുന്നു. ഉഫ്. ആ കുരിശ് അപ്പ തന്നെ ദൈവം എന്റെ പെടലിനെടുത്ത് മാറ്റിയില്ലേ? എടി, ഇപ്പോഴൊന്നല്ല, എപ്പോഴും എന്റെ ഭാര്യ തുളസിയാ. നിനക്കത് മനസ്സിലാവാത്തെന്താ? ഞാനേ ആദ്യേട്ടനെ ഉപേക്ഷിച്ച് ഒരിടത്തും പോവില്ല. ആദ്യേട്ടനെ ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല. ഉഫ്, എന്തൊരു നാശം ഇത്. അത്രയ്ക്കായോ? അത് ശരിയാവില്ലല്ലോ. നിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ എന്തെടുക്കായിരുന്നു? ആരാ? വാതില് തുറക്ക്. ഓ, ഇതവളാ. നാശം, ഇതൊരു ശല്യമായല്ലോ. ഞാൻ പോയി തുറക്കാം. വേണ്ട, ഇതിനെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം. ഇന്നത്തോടെ തീരുമാനമാക്കാം. എന്താടി? നിന്നോട് ആരാ പറഞ്ഞ മുറിക്കകത്തേറി വാതിലടക്കാൻ? അത് ശരി, ഇതെന്റെ ഭർത്താവിന്റെ ബെഡ്റൂം അല്ലേ? നിന്നോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യേട്ടൻ നിന്റെ ഭർത്താവല്ല, നീയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. ആദ്യേട്ടൻ എന്റെ ഭാവി ഭർത്താവാ. ഇവള് വലിയ തലവേദനയായല്ലോ. ഇറങ്ങി പുറത്ത്. ഇല്ല, ആദ്യേട്ടൻ വീട്. ഇല്ല, എന്നെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് വേണ്ട. ആദ്യേട്ടാ. പോയി. ആദിമോന്റെയും തുളസിമോളുടെയും പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര സമാധാനത്തോടെ നമുക്ക് ജീവിക്കായിരുന്നു, അല്ലേ? അതെ ചേട്ടാ, തുളസിമോള് പലതും പറയാത്തതായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ. അവള് പറയില്ല, നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയായിരിക്കും അത്. പക്ഷെ അവൾ അവിടെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഞാൻ ഓഫീസിലിരുന്ന് പല പ്രാവശ്യം ആലോചിച്ചൊരു കാര്യമുണ്ട്. നിന്നോടും പ്രസയോടും പറയണമെന്ന് കരുതിയതുമാണ്. അത് പ്രയോഗിച്ചാൽ അതിന്റെ വരുംവരായികൾ എന്തായിരിക്കും എന്നറിയില്ല. എന്തായാലും പ്രിയയോട് ഞാനത് പറയാം. എന്താ പറയൂ ചേട്ടാ. നമ്മുടെ മകൻ ആദിയോട് പറയേണ്ട കാര്യം അത്. ആദി അതിന് തയ്യാറാവുകയും വേണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മറ്റൊന്നുമല്ല, ദുർഗേച്ചി സ്വന്തം അമ്മയല്ലെന്ന് അവനറിയാലോ. അവൻ രണ്ടും കൽപ്പിച്ച് ദുർഗേച്ചിയുടെ മുമ്പിൽ നെഞ്ചു മിരിച്ചെന്ന് പറയണം, തുളസി എന്റെ ഭാര്യയാണ്, ഞാൻ അവളെ കല്യാണം കഴിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു, തടയാൻ വന്നാൽ ഞാൻ സമ്മതിക്കില്ലെന്ന്. ജയേട്ടാ, എന്തൊക്കെയാ ജയേട്ടൻ ഈ പറയുന്നത്? അത് നാട്ടിൽ നടക്കുന്ന സാധാരണയായ കാര്യങ്ങൾ. മാനസിക രോഗികളായ അമ്മായിയമ്മമാരുള്ള ചില വീടുകളിൽ നടക്കുന്നതോ നടക്കാവുന്നതോ ആയ കാര്യങ്ങൾ. ഗത്യന്തരമില്ലെങ്കിൽ ഏതൊരു മക്കളും രണ്ടും കൽപ്പിച്ച് ചെയ്തേക്കാവുന്ന ഒരു കാര്യം. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അതിപ്പോ ഞാനും നീയും കൂടി ധൈര്യം കൊടുത്ത ആദ്യമോൻ അങ്ങനെ പറഞ്ഞു എന്ന് വരും. ഇല്ല ജയേട്ടാ,
അവൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ദുർഗേച്ചി അവന്റെ വളർത്തമ്മയാണെങ്കിലും അവൻ അവര് സ്വന്തം അമ്മ തന്നെയാ. അത് വേണ്ട. അവനെ കൊണ്ട് നമ്മുടെ മകനെ കൊണ്ട് അത്തരം ഒരു നന്ദികേട് ചെയ്യിപ്പിക്കരുത്. പ്രിയ പറയുന്നത് ശരിയാ. നന്ദികേടാ അത് ഏറ്റവും വലിയ മഹാപാപം. നമ്മൾ ആരോട് നന്ദികേട് കാണിച്ചിട്ടില്ല. നമ്മുടെ മകനും ആരോട് അത് കാണിക്കരുത്. അത് മാത്രല്ല ചേട്ടാ, അങ്ങനെയൊക്കെ ആ വീട്ടിലുണ്ടായ ദുർഗേച്ചി എന്തൊക്കെയാ കാട്ടിക്കൂട്ടാന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ദുർഗേച്ചിക്ക് കലിയിളകിയ പിന്നെ അടങ്ങാൻ പാടാ. എന്റെ ഏട്ടനൊരു സമാധാനവും കിട്ടില്ല. വേണ്ട, എന്നാ അത് വേണ്ട പ്രിയേ. ഞാൻ പല മാർഗങ്ങളും ആലോചിച്ചപ്പോ കാട് കയറി വന്നൊരു ചിന്തയിൽപ്പെട്ടതാ അത്. അതങ്ങ് മറന്നേക്ക്. വല്ലാത്തൊരു ജാതകവിധി തന്നെ. അപ്പോ ഏട്ടന്റെ കാര്യം ഒന്ന് ആലോചിച്ച്. അത് സമ്മതിക്കണം. ക്ഷമയുടെ മറ്റൊരു പേരാ പ്രസ. അവിടെ നിന്ന് അനുഭവിക്കുകയല്ലേ. ചന്ദ്രദാസ് വന്ന് ആതിരയെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ ഒരു പകുതി പ്രശ്നം പരിഹരിക്കായിരുന്നു. അവളോട്ട് പോവുകയില്ല, ദുർഗേച്ചി വിടുകയില്ല. രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ മോളോട് പോര്. അമ്മേ, ആഹാ മോളെ. എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇതെന്താ? എന്റെ വീട്ടിലേക്ക് എനിക്ക് കയറി വരണമെങ്കിൽ മുന്നറിയിപ്പ് നോട്ടീസൊക്കെ വേണം. അത് കൊള്ളാലോ. എന്നെ കല്യാണം കഴിപ്പിച്ച് ഒരിടത്തേക്ക് അയച്ചോന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് അന്യായി അല്ലേ? മോള് ഞങ്ങൾക്ക് അന്യാണോ? എന്തായി പറയുന്നേ? അപ്പോ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയാനും നന്നായിട്ട് അറിയാമല്ലേ? എന്താ മോളെ ഇത്? ദേ, അച്ഛനും അമ്മയ്ക്കും ഏതു നേരവും നിന്റെ കാര്യം പറച്ചിൽ തന്നെയാ ജോലി. ഡേ, ഇപ്പോഴും നിന്റെ കാര്യം തന്നെയാ ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നത്. അതൊക്കെ പോട്ടെ. എന്താ നീ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് പോന്നേ? അല്ല, ആദ്യമോൻ എവിടെ? എന്താ മോളെ, അവിടെ വല്ല വഴക്ക വല്ലതും ഉണ്ടായോ ദുർഗേച്ചിയുമായിട്ട്? ചേടാ, ഞാൻ ഇങ്ങോട്ട് കയറി വന്നാ ഉടനെ അതവിടെ വഴക്കുണ്ടായിട്ടാണെന്നാണോ കരുതുന്നേ? ഓ, എങ്ങനെ ചിന്തിക്കാതിരിക്കും മോളെ. വളരെ ശാന്തിയും സമാധാനമുള്ള ഒരു വീടാണല്ലോ ദേവമംഗലം. മാത്രമല്ല, പൊന്നും കുടം പോലൊരു അമ്മായിയമ്മ. വേണമെങ്കിൽ മരുമകൾക്ക് വെഞ്ചാമരം വീശിത്തരും. അത്ര സ്നേഹമല്ലേ മരുമകളോട്. ദേ, കാര്യമൊക്കെ കാര്യ. വെറുതെ എന്റെ അമ്മായിയമ്മ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അതെ, ഞാനും എന്റെ അമ്മായിയമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. കേട്ടോ നിങ്ങള്? ഞങ്ങൾക്ക് സന്തോഷായി അല്ല ചേട്ടാ? എന്തായാലും ജീവിതകാലം മുഴുവൻ ദേ ഇങ്ങനെ കേട്ടാ മതി. ഞങ്ങൾക്കിനി ടെൻഷനേ ഇല്ല. അമ്മായിയമ്മയും മരുമകളും ആ വഴിക്ക് അങ്ങ് പോട്ടെ. ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും ഈ വഴിക്കും പോട്ടെ. എന്റെ കാര്യത്തില് നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്ന ടെൻഷനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ ഓടി വന്നതും. ദേ, ഇനി എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. പ്രിയപ്പെട്ട ആദ്യേട്ടൻ, എന്റെ ജീവന്റെ ജീവനായ ആദ്യേട്ടാ. ഓ, വാട്സപ്പും മെസ്സഞ്ചറൊക്കെ ഉള്ള ഈ കമ്പ്യൂട്ടർ കാലത്ത് എന്തിനാ പേപ്പർ ലവ് ലെറ്റർ എഴുതിയെന്ന് ആദ്യേട്ടൻ ചിന്തിച്ചേക്കാം. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോ എല്ലാം തുറന്നെഴുതാമല്ലോ. ആദ്യേട്ടനോടൊപ്പമുള്ള ഒരു ജീവിതം കൊതിച്ച് ഞാൻ എത്ര നാളായി ഇങ്ങനെ നിൽക്കുന്നു. സത്യം പറഞ്ഞാ എനിക്ക് ഉറക്കം പോലുമില്ല. ആദ്യേട്ടൻ എത്രയും പെട്ടെന്ന് എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടണം. എന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞ് തുളസിയുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നൊരു പേടി ആദ്യേട്ടന് വേണ്ട. കല്യാണം കഴിഞ്ഞാ നമുക്ക് സ്റ്റേറ്റ്സിലേക്ക് പറക്കാം.
ഞാൻ ഈ ലെറ്റർ അവസാനിപ്പിക്കുക. ഒരു പോയം കൂടി കുറിച്ചേക്കാം. എന്റെ അമ്മ, ഐ എം എ ഫ്രേഗ്രന്റ് ഫ്ലവർ ആൻഡ് ആദ്യേട്ടൻ ഈസ് എ കളർഫുൾ ബട്ടർഫ്ലൈ. ആദ്യേട്ടൻസ് ഓൺലി ആതിരം. ഇത് മുഴുവട്ട് തന്നെയാ കേസ്. എന്തു പറ്റി? പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീർന്നില്ലേ? പ്രിയയുടെ മുഖം കണ്ടാലറിയാം, പ്രിയക്കെന്തോ വല്ലാത്ത ടെൻഷനാ. എന്തു പറയാനാ ഡോക്ടർ? ഡോക്ടർക്കെല്ലാം അറിയാലോ. നല്ലതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഇപ്പോ ആപത്തായി മാറിക്കൊണ്ടിരിക്കുക. ദുർഗയുടെയും തുളസിയുടെയും വിഷയമായിരിക്കുമല്ലേ പ്രിയ? അതെ ഡോക്ടർ. അന്നേ ഞാൻ ആവത് പറഞ്ഞതല്ലേ പ്രിയെ, ഏതൊരു വലിയ ഉപകാരവും ഉപദ്രവമായിട്ടേ കലാശിക്കൂ. അതെനിക്കറിയായിരുന്നു. ദുർഗയുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ട് മാറ്റേണ്ടതായിരുന്നു. ഏട്ടനോടും ഏട്ടന്റെ ഭാര്യയോടുമുള്ള പ്രിയയുടെ അമിത സ്നേഹം ഒരു വലിയ ത്യാഗം ചെയ്യാൻ പ്രിയെ പ്രേരിപ്പിച്ചു. ലോകത്ത് ഒരു സ്ത്രീയും ചെയ്യാൻ തയ്യാറാകാത്ത ത്യാഗം പ്രിയ ചെയ്തു. പ്രസവിച്ച കുട്ടിയെ നാത്തൂന് കൊടുത്തു. ആ നാത്തൂൻ പ്രസവിച്ച കുട്ടിയെ സ്വന്തം മകളായി വളർത്തി. വലിയ മനസ്സ് തന്നെ, സമ്മതിച്ചു. ദൈവം വരെ അനുഗ്രഹിക്കുന്ന മനസ്സ്. പക്ഷെ ഈ ഉപകാരം സ്വീകരിച്ചവര് പ്രിയയുടെ മനസ്സ് കാണുന്നുണ്ടോ? അവരറിയുന്നുണ്ടോ പ്രിയ കിടന്ന് ഉരുകുന്നത്? പ്രിയയുടെ സന്മനസ് കണ്ടിട്ട് ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേരാത്ത ആ പ്രവൃത്തിക്ക് ഞാൻ കൂട്ടുനിന്നത്. പ്രിയ കരുതി ദുർഗയെ മാറ്റിയെടുക്കാന്ന്. പക്ഷെ ആൺകുട്ടിയുടെ അമ്മയായി മാറിയതോടെ ദുർഗ കുറെ കൂടി അഹങ്കാരിയായി മാറി. സത്യമല്ലേ പ്രിയ ഞാൻ പറയുന്നത്? സത്യമാണ് ഡോക്ടർ. ഇപ്പൊ എങ്ങനെയാ ദുർഗയുടെ അവസ്ഥ? തുളസിയോടെങ്ങനെ? പഴയതിനേക്കാൾ ഇരട്ടി ശത്രുതയിലാണ് ഡോക്ടർ. തുളസി മരുമകളായി ദുർഗേച്ചി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ആ കല്യാണത്തിന് സമ്മതിച്ചത്? ആദ്യ തുളസിയെ കല്യാണം കഴിക്കുമെന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞത് ദുർഗയല്ലേ? അത് തുളസിയോടുള്ള പ്രതികാരമായിരുന്നു എന്ന് ഇപ്പൊ ദുർഗേച്ചി പറയുന്നത്. പ്രതികാരോ? എന്ത് ക്യാരക്ടറാണ് ഇവര്? ഇത് അഹങ്കാരമാണ് പ്രിയ, അഹങ്കാരം. തുളസി ദേവമംഗലത്ത് തന്നെയല്ലേ താമസം? ഏട്ടന് നിലവിളക്കെടുത്തു കൊടുത്ത് അവളെ ദേവമംഗലത്തേക്ക് കയറ്റിയത്. കഷ്ടം. പ്രസാദ് സാറിന്റെ സഹനശക്തിക്ക് അവാർഡ് കൊടുക്കണം. തുളസി ദേവമംഗലത്താണെങ്കിലും ആദ്യമോനും തുളസി മോള് ഒരുമിച്ച് ജീവിക്കാൻ എന്താ ഡോക്ടർ? ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? തുറന്നു പറയേ. ഞാനത് എങ്ങനെയാ തുളസിയോട് പറയാ? ഡോക്ടർ പറയൂ, എനിക്കത് അറിയണം. ഡോക്ടർ എന്തിനാ ഇത്ര മടിക്കുന്നേ? ഞാൻ അറിയേണ്ടതാണെങ്കിൽ എന്നോടത് പറയണം. ഞാനത് പറഞ്ഞ മോളത് അറിഞ്ഞ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഓർത്താ എന്റെ പേടി. പിന്നെ ഡോക്ടർ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? എന്തായാലും ഡോക്ടർ തുറന്നു പറയാം, ഞാനത് സഹിച്ചോളാം. മോളെ തുളസി, നിന്റെ അച്ഛനും അമ്മയും പ്രിയയും ജയനും അല്ല.